ഇവിടെ എന്നതിന് ഇങ്ങനെ കിടന്നിറങ്ങുന്നു ചവിട്ടിക്കാൻ സമയമായ അല്ലാതിരി ഷായ് പാപ്പോ ആ ഇന്ന് ചന്ദനം കടത്തൊന്നുമില്ലേ? എന്നാതിനാടാ ചന്ദനം നിന്റെ അപ്പനെ കത്തിക്കാനാണോടാ പരാമാറി ചുമ്മാ ഇരിക്കാനുള്ള മൂടും പോയി. ആ നീയായിരുന്നു ഞാൻ എൻ്റെ തള്ള എന്നാ വിചാരിച്ചേ. ആ എന്നാടി ആ പ്ലാവിന്റെ ചപ്പൊന്ന് കെട്ടിത്തൂക്കാൻ എവിടെ ഇങ്ങനെ വായി നോക്കി ഇരുന്നാ മതിയല്ലോ. എണീറ്റ് വന്നേ. പാവം അന്ന് അതിനെ കൊന്നു നിന്നാ മതിയായിരുന്നു. പിങ്കി നിന്റെ പിള്ളേർക്ക് ഇത് എന്നാ ആക്കണമെന്ന് വഴി അറക്കാൻ കൊടുക്കട്ടെ എല്ലാത്തിനെയും. ഇതുങ്ങളായി വീട്ടിലാകെ വരുമാനമുള്ള ആൾക്കാരും ഇനി അതിനെ കൊല്ലണ്ട. അത് നേരാ. എടീ ആ പാല് വിറ്റേന്റെ കുഞ്ഞു മുട്ടിനാട് വിറ്റേന്റെ കാശുണ്ട് എടി. ആ അതിന്ന് ഒരു ചില്ലിക്കാശ് ഞാൻ തരികയില്ല. അത് ഞാൻ ഹോണ്ട ആക്ടിവ മേടിക്കാൻ കുടുക്കയിലിട്ട് ഓ വെച്ചേക്കോ. അല്ലെങ്കിൽ എനിക്ക് വേണ്ട. എന്നായിരുന്നു പാപ്പന്റെ പണ്ടത്തെ ഡയലോഗ്? താരാടി റേച്ചൽ മോളെ, നിന്റെ അപ്പൻ അതായത് എന്റെ ചേട്ടൻ തോമസ് പാപ്പൻ നിന്നെ അമ്മച്ചീനെ ഇട്ടേച്ചു പോയിന്ന് വെച്ചിട്ട് നീ വിഷമിക്കണ്ട കേട്ടോ. നിനക്ക് ഈ ഷാജി പാപ്പനില്ലേടി? പിന്നെ എന്റെ അമ്മച്ചി പോയപ്പോഴും പറഞ്ഞു ഞാനില്ലേടിന്ന്. എന്നിട്ട് ഇത്ര വലിയ ഡയലോഗ് അടിച്ചിട്ട് എനിക്കൊരു ചുരിദാറെങ്കിലും മേടിച്ചു തന്നായിരുന്നോ? എടി കാശ് വേണ്ടടി. കാശ് ഇപ്പൊ അമ്മച്ചീനെ നോക്കാനും ഈ പിങ്കിക്കുട്ടികളെ നോക്കാനും നടുവിന് ചൂട് പിടിക്കാനും ഞാൻ വേണം. ഇങ്ങനെ ആർക്കും ഒരു ഉപകാരം ഇല്ലാതെ നടക്കുന്ന ഒരു പാപ്പൻ. അരിഞ്ഞു കളയും കേട്ടോ ഞാൻ. എടി നീ നോക്കിക്കോ നിന്റെയൊക്കെ പുച്ഛത്തിനെ ഞാൻ ഒരു മലങ്കോള് പിടിക്കുന്നുണ്ട്. മലങ്കോള് വെട്ടിയാൾക്കാൻ പുച്ഛ കാണിച്ചു തരാടി. കേട്ടതാ. എന്നാടാ ഒരു കോളുണ്ട്. കോളോ കർത്താവ് വലിയവരാണ് പറഞ്ഞു തീരും മുമ്പ് കോള് കൊണ്ട് വന്നേക്കും. എന്നാ സഹർത്തെ പന്നി മോന്റെ തിരഞ്ചു രൂപയ്ക്കുമല്ലോ. അതാരാ? ഇങ്ങതാ സുഹൃത്തെ, പന്നിമറ്റത്ത് വർക്കിപ്പാപ്പൻ മകൻ ഷാജി പാപ്പനും. ഇതെന്നാടി ഇത് ബൈബിളോ? ശരിക്കും അങ്ങ് വായിക്കാത്. ക്ലബിന് സ്ഥലം അനുവദിച്ചിരിക്കുന്നത് പഞ്ചായത്തായതിനാൽ വിന്നേഴ്സ് ക്ലബ് എപ്പോഴെങ്കിലും നിർജ്ജീവമാവുകയോ കെട്ടിടം പുനരുദ്ധാരണം നടത്താതിരിക്കുകയോ ചെയ്താൽ പഞ്ചായത്തിന് സ്ഥലം തിരികെ വാങ്ങാനും കെട്ടിടം പൊളിച്ചു കളയാനുമുള്ള അധികാരമുള്ളതിനാലും നിലവിൽ ക്ലബിന്റെ അവസ്ഥ ശോചനീയമായതിനാലും ക്ലബ് പുതുക്കി പണിയുന്നതിനും നവീകരിക്കുന്നതിനുമുള്ള പരമാവധി സമയം 1 മാസമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നു. 1 മാസത്തിനകം പുനരുദ്ധാരണ നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ പഞ്ചായത്ത് ക്ലബ്ബ് തുടങ്ങാൻ അനുവദിച്ച സ്ഥലം തിരികെ വാങ്ങുന്നതാണ് എന്ന് പ്രസിഡന്റ് ഉതുപ്പ് കപ്പക്കാല. ഇതാണോടാ മലങ്കോട്? ഇത് ജപ്തിയാണോ? ജപ്തി ജപ്തിയാണോ? അപ്പൊ ചെണ്ടോട്ടൊക്കെ ഉണ്ടാവില്ല. ഇനി എന്നാ ചെയ്യും കർത്താവേ? ഷാജിയേട്ടാ അങ്ങോട്ട് രാവിലെ ക്ലബ്ബ് ഒന്ന് നോക്കിയായിരുന്നു. ഇതാണോ പൊട്ടിക്കാതെ പാപ്പൻ എന്നെ കൊടുക്കാൻ പറഞ്ഞേ? ചായ വിളിക്കാതെ തള്ള ചിലപ്പോ വരും. ചായ ചായന്റെ തള്ളെടുത്ത് പോയി പറയടാ. ഗതിയില്ലാത്തവന്മാരെല്ലാരും കൂടെ കാലത്തന്നെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടല്ലോ. എന്നതാടാ എന്തോ വലിയ കോളുണ്ടെന്ന് വിളിച്ചു കൂണത് കേട്ടത്? അത് ഞങ്ങളുടെ ക്ലബിന്റെ പ്രവർത്തനം മാനിച്ചിട്ട് പഞ്ചായത്ത് ഞങ്ങൾക്ക് ഒരു അവാർഡ് തരാൻ വേണ്ടി പോകും. കൂന്തൽ കെട്ടിലെന്തിനു ഇത്തിരി കൂടുതലിട്ടോട്ടോ ചുണ്ടൊന്ന് ചുവന്നോട്ടെ. കള്ളൻ സംഗതി ദൈവം തന്നെയാ. അപ്പനും അമ്മയും മടത്തി കൊണ്ടുവന്നാക്കിയിട്ട് അവിടെ നിന്ന് വഴക്കുണ്ടാക്കി ഒരു കന്യാസ്ത്രീയുടെ താടിക്കിട്ട് തട്ടിയിട്ട് ഇപ്പൊ തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുക. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നിന്നല്ല ഒരു നാട്ടിൽ നിന്നും കൊള്ളാവുന്ന ഒരു കല്യാണം വരെ ഞാൻ സമ്മതിക്കില്ല. അല്ല വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല പിന്നെ പരമാർത്ഥം. ആ പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം നേരെ അങ്ങ് പറയാൻ പോവുക. എൻ്റെ 2 പെങ്കൊച്ചുങ്ങളെയും ഞാൻ നല്ല നിലയ്ക്ക് കെട്ടിച്ചു വിട്ടു. പോരാത്തതിന് 10-60 ഏക്കർ സ്ഥലവും കുറെ കടമുറികളും എൻ്റെ പേരിലുണ്ട്. പിന്നെ രാഷ്ട്രീയത്തിലാണെങ്കിൽ എന്നാ പിടിയാ അല്ല അല്ലണി. ആ ബാധ്യതകളൊന്നുമില്ല. അപ്പോഴേ ഒന്ന് ചോദിച്ചോട്ടെ, ഇവളെ എനിക്ക് കെട്ടിച്ചു തരാമോ? അങ്ങോട്ട് കെട്ടിച്ച് കൊടുക്കണതല്ലേ നല്ലത്. പ്രത്യേകിച്ച് മാർക്കോസേട്ടന് വയ്യാത്ത അവസ്ഥയില് കെട്ട് കഴിഞ്ഞാ പിന്നെ ഞാനില്ലയോ എല്ലാത്തിനും. ഇനി എന്താ ആലോചിക്കാതിരിക്കുന്നു എന്റെ ചേട്ടത്തിയായി. പോരാത്തതിന് ഉതുപ്പച്ചായം കല്യാണം കഴിക്കാത്തതിന്റെ പേരില് അയൽവക്കത്തുകാർക്കാ പരാതി. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. സ്നേഹം കൊണ്ടാ. ചായ കുടിച്ചില്ല? അയ്യോ ഷുഗർ. എന്നാ കുറച്ച് മിച്ചറെങ്കിലും. അയ്യോ പ്രഷർ. ഓ ഇത് കൂടെ നീ എന്താ വേണ്ടേ? അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുന്നേ. ആ പിള്ളേര് പോയി മര്യാദക്ക് ജീവിക്കട്ടെ. അല്ല മോളെ? അകത്തിപ്പോ എല്ലാരും കഴിക്കുമായിരിക്കും ഇല്ലയോ? അതിനിടയ്ക്ക് അവന്റെ തീറ്റക്കാര്യം.
വരുന്ന ഫുഡ് തലയില് വിഗ്ഗാ ഷാജിയേട്ടാ. പിടിയടാ വാദമുള്ള കാര്യം അറിയത്തില്ല വാർദ്ധക്യ പെൻഷൻ മേടിച്ചിട്ട് വരണ പോലെ ഉണ്ടല്ലോടാ. സൂക്ഷിച്ചിറങ്ങ ആളെന്തെങ്കിലും ഹെൽത്തി ആണെന്ന് തോന്നുന്നു. ഗാന്ധിജിയുടെ ഒപ്പം പഠിച്ച ആളാന്നാ കേട്ടിരിക്കുന്നത്. മച്ചേ നമസ്കാരം. നമ്മളെ ശൗചാലയത്തിലാരും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ആ എല്ലാ പേങ്ങന്മാരും ഉണ്ടല്ലോ. എന്നാ ഉണ്ടോ ഷാജി? ഞാനൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. എന്നതാടാ വിഷയം? ഒന്നുമില്ല, മറ്റേ ക്ലബിന്റെ. ഓ അത് നീ അങ്ങ് വിട്ടുകളാ, അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. പിന്നെ നീ ഒതുക്കത്തിന് ആ കൊച്ചിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു സമ്മതിപ്പിക്കണം. നിങ്ങൾ അയൽക്കാരല്ലയോ, കെട്ട് കഴിഞ്ഞാ പിന്നെ നമ്മളും അയൽക്കാരല്ലയോ, നമുക്ക് അടിച്ചു പൊളിക്കണം. അങ്ങനെ വന്നാ നിന്റെ ക്ലബിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ശരിയാക്കി തരും. വണ്ടി ഇടാ. അങ്ങനെയാണെങ്കിൽ പാപ്പനെ അങ്ങോട്ട് ശരിയാക്കി കൊടുക്കാൻ പാടില്ലേ? നമുക്ക് സ്റ്റെല്ല ചേച്ചിനെ പാപ്പനെ കൊണ്ട് കെട്ടിക്കാം. അവൻ ഒന്ന് കെട്ടിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അല്ലേലും ഈ വേലയും കൂലി ഇല്ലാത്തവന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേടി കല്യാണവും കുടുംബജീവിതവും. വിഷമിക്കില്ല. കിരീടത്തിലെ മോഹൻലാൽ പോണല്ലേ? പാപ്പന് വിഷമായി. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ ഷാജിയേട്ടന്റെ കൂടെ കണ്ണീർപ്പൂവും പാടി ബാക്കിയുള്ള കാലം ഞങ്ങളും കൂടി നടക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു സൈക്കിളിൽ കയറി അത് വന്നത്. കറക്റ്റ് മമ്മൂട്ടി. എന്താടാ അത്? അടുത്ത ജപ്തി വല്ലോണോ? ഇനി എന്തെടുത്ത് ജപ്തി? വായിച്ചു നോക്കട്ടെ. മഹീന്ദ്ര ബാഹുബലി. മഹീന്ദ്ര ബാഹുബലി. മഹേന്ദ്ര ബാഹുബലിയോ? നീ തന്നെ ഇങ്ങോട്ട് വായിക്കാണ് പറഞ്ഞൂടാ. ഇംഗ്ലീഷ് പാപ്പനത് കിട്ടുമോ? ഇന്റർനാഷണൽ ടൂർണമെന്റാ, അഖിലേന്ത്യാ തലം. ഞങ്ങളുടെ ടീമിനെ മാത്രം അവർ സ്പെഷ്യലായിട്ട് കത്ത് തന്ന് ക്ഷണിച്ചേക്കുവാന്ന്. രജിസ്ട്രേഷൻ ഫീസ് തന്നെ 50,000 രൂപയാ. പിന്നെ പരിശീലനവും ഭക്ഷണവും വസ്ത്രവും എല്ലാം കൂടി കുറച്ച് കാശ് വരും. പക്ഷെ ജയിച്ചാലുണ്ടല്ലോ 1/2 കിലോന്റെ സ്വർണ്ണ കപ്പ. 1/2 കിലോന്റെ സ്വർണ്ണക്കപ്പ. അപ്പൊ അത് എത്ര പവൻ വരുവാടാ? ഒരു 50 കിലോ വരും. അത് കൊള്ളാലോടാ. പിന്നല്ലാണ്ട് ഞങ്ങളെല്ലാം കൂടി ആഞ്ഞൊരു വരി വലിച്ച് ഞാൻ കപ്പ ഇങ്ങ് പോരത്തില്ലയോ. പിന്നെ അമ്മച്ചി ആരാ? രാജകുമാരി അല്ലയോ? രാജകുമാരി. പക്ഷെ അമ്മച്ചി കൊറേ കാശ് തന്ന് സഹായിക്കണം കേട്ടോ. എന്നതാ? അല്ല, കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ കാശൊന്നും ഇല്ലല്ലോ. അപ്പൊ അമ്മച്ചി അവസാനമായിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? നമ്മുടെ വീടിന്റെ ആധാരം, പണയം എങ്ങനെ ഉണ്ടാവും? നിന്റെ ഗുണം പിടിക്കാത്ത ക്ലബിന് വേണ്ടിയിട്ട് ആധാരം നിനക്ക് വേണോ? അല്ലേടാ? ഇതെന്താണ് കാക്കരശി നാടകം? അവളെ അടിക്കണേ, കല്യാണം കഴിക്കണോ?